ഇടുക്കിയിൽ മദ്യലഹരിയിൽ സ്കൂൾ ബസ് ഓടിച്ച 3 ഡ്രൈവർമാർ പിടിയിലായിട്ടുണ്ട്. ശാന്തൻപാറയിൽ 2 പേരും, രാജാക്കാട് ഒരാൾക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാർ പറഞ്ഞു. എല്ലാ മൂന്നാർ, മറയൂർ, ദേവികുളം, ശാന്തൻപാറ, രാജാക്കാട് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂൾ, കോളേജ് ബസ് ഡ്രൈവേഴ്സിനെ ചെക്ക് ചെയ്തിരുന്നു. ശാന്തൻപാറയിൽ നിന്ന് രണ്ട് ബസ് ഡ്രൈവർമാർ മദ്യപിച്ചതായിട്ട് ബോധ്യപ്പെട്ട് ആൽക്കഹോൾ ടെസ്റ്റ് നടത്തി മദ്യപിച്ചതായിട്ട് ബോധ്യപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് പിടിച്ച ഡ്രൈവർമാർക്കെതിരെ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പ്രൈവറ്റ് സ്കൂള് ഏർപ്പെടുത്തിയിരുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർ അദ്ദേഹം മദ്യപിച്ചതായിട്ട് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിനെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടികൾക്കായിട്ട് RTOയ്ക്ക് റിപ്പോർട്ട് കൊടുത്തു. രാഹുൽ സുരേഷ് ഉണ്ട് നമുക്കൊപ്പം. രാഹുൽ, സ്കൂൾ, കോളേജ് ബസ് ഡ്രൈവർമാരാണ്. കൊച്ചു കുട്ടികളെ അടക്കം മാതാപിതാക്കൾ ഏറ്റവും സുരക്ഷിതമാണ് എന്ന് കരുതി സ്കൂൾ ബസ്സിൽ കയറ്റി അയക്കുന്നത്. ഇത്തരത്തിൽ മദ്യത്തിനും ലഹരിമരുന്നിനും അടിമകളായിട്ടുള്ളവർ വളയം പിടിക്കുന്ന വണ്ടിയിലാണെന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എങ്ങനെയാണ് ഈ ഒരു വിവരം പോലീസിന് ലഭിച്ചത്? കണ്ടെത്തുന്ന സമയത്ത് ഇവർ ഏത് അവസ്ഥയിലായിരുന്നു? അതോടൊപ്പം ശക്തമായ നടപടി അതിവേഗത്തിൽ ഉണ്ടാകുമോ രാഹുൽ? ഷിഹാസ്, മൂന്നാർ, മറയൂർ, ദേവികുളം, രാജാക്കാട്, ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധികളായിരുന്നു ഇന്ന് രാവിലെ പ്രത്യേക ഡ്രൈവ് നടന്നത്. സാധാരണ ശനി, ഞായർ അവധി ദിവസങ്ങൾക്ക് ശേഷം ഈ മദ്യലഹരിയിൽ ഡ്രൈവർമാർ വാഹനം ഓടിക്കാനുള്ള സാധ്യത പലപ്പോഴും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മൂന്നാർ ഡിവൈഎസ്പിക്ക് കീഴിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇന്ന് രാവിലെ പ്രത്യേക ഡ്രൈവ് നടത്തിയത്. അതിലാണ് 3 ഡ്രൈവർമാരെ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഷിഹാസ് സൂചിപ്പിച്ച പോലെ തന്നെ തീരെ LKG മുതൽ ഡിഗ്രി വരെ ഉള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക് കൊണ്ടുപോകുന്ന സ്കൂൾ ബസ് ഡ്രൈവർമാരെയാണ് ഈ പരിശോധനകൾക്ക് വിധേയമാക്കിയത്. അതിൽ 3 പേരാണ് മദ്യപിച്ച ശേഷമാണ് അല്ലെങ്കിൽ മദ്യലഹരിയിലാണ് ഈ വാഹനം ഓടിച്ചത് എന്നത് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ശാന്തപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കേസുകളും രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 1 കേസും, അങ്ങനെ 3 കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 പേരുടെയും ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അതിനുശേഷം ഈ 3 പേരെയും കൂടുതൽ ക്ലാസുകൾക്ക് ഉൾപ്പെടെ വിധേയമാക്കുകയും ചെയ്യും എന്നതാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പകരം 3 ഡ്രൈവർമാരെ കണ്ടെത്തിയ ശേഷം ആ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും ഈ 3 ഡ്രൈവർമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രത്യേക ഡ്രൈവുകൾ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഉണ്ടാകുമെന്നാണ് മൂന്നാർ ഡിവൈഎസ്പി വ്യക്തമാക്കിയിരിക്കുന്നത്. ഷിഹാസ്. ശരി രാഹുൽ, ഇടുക്കിയിലാണ് മദ്യലഹരിയിൽ സ്കൂൾ ബസ് ഓടിച്ച 3 ബസ് ഡ്രൈവർമാർ പിടിയിലായത്. സ്കൂൾ കുട്ടികൾ സഞ്ചരിക്കുന്ന ബസ്സാണ് ഇവർ മദ്യലഹരിയിൽ ഓടിച്ചുകൊണ്ടിരുന്നത്. എത്രയും വേഗം ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, എന്താണോ നിയമം കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും കടുത്ത ശിക്ഷ അത് തന്നെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇനി സ്കൂൾ ബസ് ഓടിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാവരുത്. അത്തരത്തിലുള്ള ശക്തമായ നടപടി കൂടി ഉണ്ടാവട്ടെ. നമുക്ക്